നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തുർക്കിയുടെ മേലെ വട്ടമിട്ട് പറന്ന ഇസ്രയേൽ ചാരവിമാനങ്ങൾ. എർദോഗാന്റെ തലയ്ക്ക് ഇസ്രയേൽ സ്നൈപ്പർമാരുടെ റെഡ് ലേസർ വീണിരിക്കുന്നുവെന്ന് ചർച്ച. ദോഹയിൽ ആക്രമണം നടത്തിയ ഇസ്രയേൽ ജോർദാൻ ഈജിപ്ത് അതിർത്തികളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചു. ഇനി പണി കിട്ടുന്നത് തങ്ങൾക്കാണോ എന്ന ഭയത്തിൽ വിറച്ച് തുർക്കി. ഭീകരതയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് എർദോഗാന്റേത്. അങ്കാറയ്ക്ക് പലതവണ ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞതാണ്. എന്നിട്ടും ഇസ്രയേലിന്റെ തലയെടുക്കാൻ ഭീകരർക്ക് ഒളിഞ്ഞും മറഞ്ഞും തുർക്കിയുടെ സഹായമുണ്ട്. ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം തുർക്കിക്കും കൂടിയുള്ള മറുപടിയാണ്. ഇസ്രയേൽ പണി തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇസ്രയേലിന്റെ ചാരവിമാനങ്ങൾ തുർക്കിയുടെ റഡാർ വെട്ടിച്ച് അകത്തു കടന്നുവെന്ന് റിപ്പോർട്ടുകൾ. തുർക്കിയിൽ ഒളിച്ച ഹമാസ് തലവന്മാരെ തൂക്കാനാണോ ഇതെന്ന് ചോദ്യം. ഖലീൽ അൽഹയെയും ഖാലിദ് മിഷാലും തുർക്കിയിലുണ്ടെന്നാണ് സൂചനകൾ. അത് സത്യമെങ്കിൽ തുർക്കിയുടെ മേൽ തീത്തുപ്പും ഇസ്രയേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് ഹമാസ് നേതാക്കളെ രക്ഷിച്ചത് തുർക്കി ഇന്റലിജൻസ് നൽകിയ മുന്നറിയിപ്പെന്ന് റിപ്പോർട്ട് പുറത്തുവന്നതോടെ ജൂതപ്പടയുടെ ഹിറ്റ് ലിസ്റ്റിലേക്ക് തുർക്കി ചേർക്കപ്പെട്ടു. ദോഹയിലെ പലസ്തീൻ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് തുർക്കിഷ് നാഷണൽ ഇന്റലിജൻസ് ഓർഗനൈസേഷൻ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് തുർക്കിയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്റലിജൻസിലെ പ്രത്യേക യൂണിറ്റ് ഇസ്രയേലിന്റെ വ്യോമനീക്കം മുഴുവൻ സമയവും കൃത്യമായി നിരീക്ഷിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ആദ്യം ഗസയിലേക്കുള്ള മധ്യേ തുനീഷ്യയ്ക്ക് സമീപം നാവിക വ്യൂഹത്തിന് നേർക്കും തുടർന്ന് സിറിയ, ലതാക്കിയ, ടാർട്ടസ്, ലെബനൻ എന്നിവിടങ്ങളിലേക്കും ആക്രമണം നടത്തിയ ശേഷമാണ് ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതെന്നും തുർക്കിഷ് പത്രങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ രക്ഷിക്കാൻ വഴിയൊരുക്കിയത് തുർക്കിഷ് ഇന്റലിജൻസ് ആണെന്നുള്ള വിവരം പുറത്തുവന്നത് ഇസ്രയേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ജൂതപ്പടയുടെ പദ്ധതി പൊളിച്ച തുർക്കിക്ക് ഉടൻ മറുപടിയുണ്ടെന്ന് ഇസ്രയേൽ കാറ്റ്സും പ്രഖ്യാപിച്ചു. എന്നാൽ ജോർദാൻ, സിറിയ, ഇറാഖ്, സൗദി അറേബ്യ രാജ്യങ്ങൾക്ക് മുകളിലൂടെ 1800 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഇസ്രയേലിന്റെ 15ഓളം യുദ്ധവിമാനങ്ങൾ ദോഹയിലെത്തി ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ ജൂണിൽ ഖത്തറിലെ US വ്യോമതാവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം വ്യോമപാത അടച്ച് കൃത്യമായി പ്രതിരോധിക്കാൻ ഖത്തറിന് കഴിഞ്ഞിരുന്നു. രാജ്യത്തിനും ജനങ്ങൾക്കും അപകടമില്ലാതെ സാഹചര്യങ്ങളെ നേരിടാൻ ഖത്തറിന്റെ അത്യാധുനിക സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഇസ്രയേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണം ഖത്തറിന് പ്രതിരോധിക്കാനായില്ല. അമേരിക്കയുടെ സൈനിക സഹായമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അതിന് കഴിയാതെ പോയത്? ഇതോടെയാണ് ആക്രമണ പദ്ധതിക്ക് പിന്നിൽ ഖത്തർ, അമേരിക്ക, ഇസ്രയേൽ പ്ലാനാണെന്ന വാദം ശക്തമാകാൻ കാരണം. തുർക്കിയും ഇത് വിശ്വസിക്കുന്നു. നടന്നിരിക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയാണെന്ന് എർദോഗാൻ ആരോപിച്ചത് അതുകൊണ്ടാണ്. ഗസയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലും തുർക്കിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അമേരിക്കയുടെ വിശ്വസ്ത സഖ്യകക്ഷിയായ ഖത്തറിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ അനുകൂലികളിൽ നിന്ന് തുർക്കിക്കെതിരായ പ്രകോപനപരമായ പ്രസ്താവനകൾ ഉയർന്നുവന്നത് ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. ഇന്ന് ഖത്തർ, നാളെ തുർക്കി എന്ന തരത്തിലുള്ള ഭീഷണികൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു തുറന്ന ഏറ്റുമുട്ടലിന്റെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഗാസയിലെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ പിരിമുറുക്കം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും. ഇസ്രയേലിന്റെ പ്രാദേശിക ലക്ഷ്യങ്ങളെ തുർക്കി ഒരു ഭീഷണിയായി കണക്കാണുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ആശയം മധ്യപൂർവ്വ ദേശത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കമായും തുർക്കി ആശങ്കപ്പെടുന്നു. മേഖലയിലെ രാജ്യങ്ങളെ ദുർബലപ്പെടുത്താനും വിഭജിക്കാനും ഇസ്രയേൽ നീക്കം ശക്തമാക്കിയെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ ആരോപിക്കുന്നു. തുർക്കി ഇസ്രയേലിന്റെ ഏറ്റവും അപകടകാരിയായ ശത്രുവാണെന്ന് ഇസ്രയേൽ അനുകൂല മാധ്യമങ്ങളിലെ വാർത്തകൾ. ഗാസയിലെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ തുർക്കി ഇസ്രയേലുമായുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന വൈരാഗ്യത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ഖത്തറിനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ അമേരിക്കയിൽ നിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടാകാത്തത് നേറ്റോ സഖ്യകക്ഷി എന്ന നിലയിൽ അമേരിക്ക നൽകുന്ന സുരക്ഷാ ഉറപ്പുകളെക്കുറിച്ച് തുർക്കിയിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നു. നേറ്റോ ചാർട്ടർ പ്രകാരം ഒരു അംഗരാജ്യത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണം സഖ്യത്തിനെതിരെയുള്ള ആക്രമണമായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കായി അമേരിക്കയെയോ നാറ്റോയെയോ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയില്ലെന്ന് തുർക്കി നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സിറിയയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഇസ്രയേൽ തുർക്കി സംഘർഷത്തിന് ആക്കം കൂട്ടുന്നതാണ്. ഇസ്രയേൽ വിഘടിച്ചതും ദുർബലവുമായ ഒരു സിറിയയാണ് ആഗ്രഹിക്കുന്നതെന്ന് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ടോം ബരാക്ക് സമ്മതിച്ചത്
തുർക്കിയുടെ ആശങ്കകൾ വർദ്ധിപ്പിച്ചു. ശക്തമായ ദേശീയ രാഷ്ട്രങ്ങൾ ഭീഷണിയാണെന്ന് ഇസ്രയേൽ കരുതുന്നതായി തുർക്കി വിലയിരുത്തുന്നു. ഈ കാഴ്ചപ്പാട് തുർക്കിയുടെ ബ്ലൂ ഹോംലാൻഡ് സിദ്ധാന്തവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നു. ഇത് പ്രാദേശിക പരമാധികാരം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു തന്ത്രമാണ്. നിലവിൽ ഇസ്രയേലും തുർക്കിയെ ഒരു ഭൗമ രാഷ്ട്രീയ വൈരാഗ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവിയിലെ സംഘർഷങ്ങൾ സിറിയയിലെ കരയിലും വ്യോമമേഖലയിലും പ്രകടമാകാൻ സാധ്യതയുണ്ടെന്ന് ചില വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതുകൂടാതെ സൈപ്രസിൽ ഇസ്രയേൽ സൈനിക സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് തുർക്കിയുടെ താൽപര്യങ്ങൾക്കെതിരായുള്ള നീക്കമായും കാണുന്നു. ചുരുക്കത്തിൽ ഇസ്രയേലിന്റെ പ്രാദേശിക ലക്ഷ്യങ്ങളും തുർക്കിയുടെ സുരക്ഷാ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ പുതിയ സംഘർഷാവസ്ഥയുടെ മൂലകാരണം. മധ്യപൂർവ്വ ദേശത്തെ സമാധാന ശ്രമങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഇസ്രയേലിനെതിരെ കൊലവിളിച്ച് എർദോഗാൻ പലതവണ രംഗത്ത് വന്നിരുന്നു. ഹിറ്റ്ലറാണ് നെതന്യാഹുവെന്നും പശ്ചിമേഷ്യയിലെ വൈറസാണ് ഇസ്രയേലെന്നും എർദോഗാൻ വിമർശിച്ചത്. തുർക്കി ഇരന്നുവാങ്ങാൻ നിൽക്കുകയാണെന്നും ഭീകരതയ്ക്ക് പച്ചക്കൊടി വീശുന്ന എർദോഗാന് ഇസ്രയേലിനെ പറയാൻ എന്താണ് യോഗ്യതയെന്നും നെതന്യാഹുവും തിരിച്ചടിച്ചു. ഹമാസുകൾ എവിടെ കയറി ഒളിച്ചാലും അവിടെ കയറി തീർക്കുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചത് എർദോഗാനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ഇസ്രയേലിനെതിരെ കടുത്ത നടപടികളാണ് തുർക്കി സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രയേൽ കപ്പലുകൾക്ക് തുർക്കി തുറമുഖങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തി. ഒപ്പം തുർക്കി കപ്പലുകൾ ഇസ്രയേൽ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിക്കാനും നീക്കമുണ്ട്. ഇസ്രയേൽ വിമാനങ്ങൾക്ക് തുർക്കിയുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാനും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ഇസ്രയേലുമായുള്ള വ്യാപാരം ഞങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുകയാണ്. ഇസ്രയേൽ കപ്പലുകൾക്ക് മുന്നിൽ ഞങ്ങളുടെ തുറമുഖങ്ങൾ അടയ്ക്കും. ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ കപ്പലുകൾ ഞങ്ങളുടെ തുറമുഖങ്ങളിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല. അവരുടെ വിമാനങ്ങൾ ഞങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് കടക്കാനും സമ്മതിക്കില്ല, വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ പറഞ്ഞു. പലസ്തീനിൽ ഇസ്രയേൽ വംശഹത്യയാണ് നടത്തുന്നതെന്ന് തുർക്കി നേരത്തെ ആരോപിച്ചിരുന്നു. ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് നിർത്താൻ ലോകശക്തികളോട് തുർക്കി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ബ്രിട്ടീഷ് സർക്കാരിന്റെ നടപടി തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന ഹമാസ് നേതൃത്വത്തിന് ഊർജ്ജമായി മാറി. ഹമാസിനെ ഇല്ലാതാക്കി മറ്റൊരു ഭരണ സംവിധാനം കൊണ്ടുവരാൻ ഇസ്രയേലും അമേരിക്കയും പദ്ധതിയിടവെയാണ് പലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ച് ബ്രിട്ടനും മറ്റു ചില രാജ്യങ്ങളും രംഗത്തു വന്നത്. ബ്രിട്ടന്റെ അടക്കം തീരുമാനം തങ്ങളുടെ വിജയമാണ് എന്ന അവകാശവാദവുമായി ഹമാസ് നേതൃത്വം ഇപ്പോൾ രംഗത്തു വന്നിരിക്കുന്നു. ബ്രിട്ടൻ ഹമാസിന് വലിയ സമ്മാനം നൽകിയെന്ന് ഇസ്രയേൽ നേതാക്കൾ ആരോപിച്ചു. ഈ തീരുമാനത്തിലൂടെ അവർ ഇപ്പോഴും ബന്ദികളായി കഴിയുന്നവരെ വഞ്ചിച്ചുവെന്നും കുറ്റപ്പെടുത്തി. ബ്രിട്ടന്റെ തീരുമാനത്തെ നമ്മുടെ ലക്ഷ്യത്തിന്റെ നീതിയുടെ വിജയമെന്നാണ് ഹമാസ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഒക്ടോബർ 7 ഭീകരമായ കൂട്ടക്കൊലയ്ക്ക് ശേഷം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന നേതാക്കൾക്ക് എനിക്ക് വ്യക്തമായൊരു സന്ദേശമുണ്ട്. നിങ്ങൾ ഭീകരതയ്ക്ക് ഒരു വലിയ സമ്മാനം നൽകുകയാണ് എന്നാണ്. നിങ്ങൾക്കായി എനിക്ക് മറ്റൊരു സന്ദേശം കൂടി നൽകാനുണ്ട്. അത് പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നതാണ് എന്നും നെതന്യാഹു വ്യക്തമാക്കുന്നു. ജോർദാൻ നദിയുടെ പടിഞ്ഞാറു ഭാഗത്ത് ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയാൽ ഒരു ഭീകര രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഏറ്റവും പുതിയ ശ്രമത്തിന് ഇസ്രയേൽ മറുപടി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലയാളി വാർത്ത ഇൻസൈഡ്.